നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മട്ടൺ സൂപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിൻ്റെ കൂടെ എല്ല് വരട്ടിയത്. മട്ടൺ സൂപ്പ് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 1/2 കിലോയോളം മട്ടൻ്റെ എല്ല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ച കുരുമുളക്, ക്യാരറ്റ്, ബീൻസ്, കാബേജ്, കൊച്ചുള്ളി, പട്ട, ഗ്രാമ്പു, ഗരം മസാല, അത്യാവശ്യം സ്പൈസസുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ആദ്യം കുറച്ച് ഇഞ്ചി എടുത്ത് ഇതിനെ ഇടികല്ലിൽ ഇടിച്ച് ചതച്ചെടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഒരു 10 കൊച്ചുള്ളി ചതച്ചെടുക്കാം. ഒരു 3 തണ്ട് പച്ച കുരുമുളക് അതും ചതച്ചെടുക്കാം. ഇനി ഒരു പീസ് പട്ട, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് പെരിഞ്ജീരകം, ഒരു 4-5 പീസ് ഗ്രാമ്പു, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി മട്ടൻ്റെ എല്ലും ഈ ചതച്ച സാധനങ്ങളും കൂടെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വാഷ് ചെയ്ത എല്ല്, ചതച്ച് വെച്ച ചെറിയ ഉള്ളി, പച്ച കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് ക്യാരറ്റ്, ഒരു 2 ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ പീസ് കാബേജ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് സൂപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ എല്ലിൻ്റെ നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങളുടെയൊക്കെ ആ ഒരു അളവിൽ തന്നെ വെള്ളം. ഒരു 2 തണ്ട് കറിവേപ്പില കൂടെ ഇതിലോട്ടിട്ട് കുക്കർ അടച്ച് നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഒരു 6 വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിൻ്റെ എയർ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. 1/2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പ് ഒരു 6-7 വിസിൽ കേട്ടു. നമുക്കിനി ഇതിനെ ഓഫ് ചെയ്ത് എയർ പോകാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇങ്ങോട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇതിനെ ഒന്ന് അരിച്ച് ഒഴിച്ച് മാറ്റാം. അങ്ങനെ നമ്മുടെ സൂപ്പ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാലൻസുള്ള എല്ലിനെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. അങ്ങനെ എല്ല് വരട്ടിയെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി അതിൽ 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളി, ഒരു 20 കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി അരിച്ച് മാറ്റി വെച്ച എല്ല് ഉള്ളി വഴറ്റിയതിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് കാശ്മീരി ചില്ലി, പൊടിച്ച ഗരം മസാല, പൊടിച്ച കുരുമുളക് പൊടി, എല്ലിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് മസാല പിടിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ്റെ എല്ല് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ആദ്യം നമുക്ക് സൂപ്പ് ഒരു ബൗളിലോട്ട് മാറ്റാം. എല്ല് വരട്ടിയത് നമുക്ക് സൂപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പൊടിച്ച് വെച്ചേക്കുന്ന കുരുമുളക് അതിൻ്റെ മേളിലൊന്ന് ഇട്ട് കൊടുക്കാം. മട്ടൻ്റെ സൂപ്പും എല്ല് വരട്ടിയതും ഇത് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു പുതിയ വ്യത്യസ്തമായ വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.